إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. يا أيها الإخوان والأخوات اتقوا الله عباد الله وأوصيكم أولا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ബോധത്തോടു കൂടി അമലുകളെ ചിട്ടപ്പെടുത്തി മുന്നോട്ടേക്ക് നീങ്ങണേ എന്ന് ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പരിപൂർണമായ ഹിദായത്തും പരിപൂർണമായ ഈമാനും പരിപൂർണമായ ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ സഹോദരിമാരെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഭാഗങ്ങളാണ് ചരിത്രത്തിൽ നാം എടുത്തു പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ഒരു തവണയെങ്കിലും നമ്മളെല്ലാവരും വായിക്കേണ്ടവരാണ്. ഒരു തവണ വായിച്ചവർ വീണ്ടും 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 വായിക്കണം. വായിക്കും തോറും നമുക്ക് ഒന്നുകൂടി ഈമാനും ആത്മസമർപ്പണവും തസ്കിയത്തും വർദ്ധിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൻ്റെ വായനയാണ് ഇന്ന് കുറഞ്ഞു പോയത് എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ വ്യാപകമാണ്. അതുകൊണ്ട് വായന കൂടുകയാണ് ചെയ്യേണ്ടതും. നാം പേപ്പറുകളിലൂടെ തന്നെ വായിക്കണം എന്ന നിർബന്ധ ബുദ്ധിയില്ല. എങ്ങനെയായാലും വായിക്കണം എന്നുള്ളതാണ്. വായന ഏത് രൂപത്തിലും സാധിക്കുന്നു. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നാം ഉപയോഗിക്കുന്ന സമയം ഒന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ
എത്രയോ സമയം നമ്മൾ വായിക്കുന്നവരാണ്. പക്ഷേ നമ്മൾ അറിയാതെ ഒരു കളവ് അശ്രദ്ധയിലൂടെ നമ്മൾ പറയുന്നു, എനിക്ക് തീരെ വായനാശീലമില്ല. ഇങ്ങനെയാണ് നമ്മളൊക്കെ പറയാം. എനിക്ക് തീരെ വായിക്കുക എന്ന് പറയുമ്പോൾ അതെന്തോ ഒരു അസ്വസ്ഥതയാണ് എന്ന് പറയും. അത് പേപ്പർ വായനയാകുമ്പോഴാണ് നമുക്ക് അങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ, പേപ്പർ വായനയെ മാത്രമാണ് വായന എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ, സഹോദരന്മാരെ, വായന നമ്മുടെ ജീവിതത്തിലുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ആ വായന ഒന്നുകൂടി നാം പുതുക്കേണ്ടത് സോഷ്യൽ മീഡിയയിൽ ഖുർആനിന്റെയും ഹദീസിന്റെയും വരകളും വായിക്കുന്ന സമയം ഒന്ന് കൂട്ടണം. മറ്റുള്ളതിന്റെ വായനയോടുകൂടെ തന്നെ ഖുർആനും ഹദീസും പ്രവാചക ചരിത്രവും വായിക്കുന്നതിലേക്ക് നമ്മൾ ഒന്ന് കണ്ടെത്തണം എന്നുള്ളതാണ്. മുഹമ്മദ് നബി എന്ന് ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ റസൂലുള്ളാഹിയുടെ ചരിത്രത്തിന്റെ ഓരോ ഭാഗവും നമുക്ക് കാണും. റസൂലുള്ളാഹിയുടെ ജീവിതം അല്ലെങ്കിൽ ലാളിത്യം, വിനയം, സഹിഷ്ണുത എന്ന് ഏത് ഭാഗം അടിച്ചാലും, ഇന്ന് പ്രത്യേകിച്ച് ഒരുപാട് ടെക്നോളജികൾ വളർന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം വിഷയങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്യുക എന്നുള്ള ഒരു പണി മാത്രമേ നമ്മൾ എടുക്കേണ്ടതുള്ളൂ. ഒരുപാട് വായിക്കാം. നമ്മുടെ കയ്യിലുള്ള ഈ ഉപകരണം ഉപയോഗിച്ച് വായിക്കാൻ ഒരു മടിയും നമുക്കില്ല. രാവിലെ 5:30 മണിക്ക് സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ അതിനുശേഷം മൊബൈൽ എടുത്തവർ 6 മണി വരെ, 7 മണി വരെ, 8 മണി വരെ, രാത്രിയിൽ ഭക്ഷണം കഴിച്ച് 11 മണി വരെ, 12 മണി വരെ ഈ മൊബൈലുമായി നിൽക്കുന്നവർ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഈ മൊബൈൽ വായന നടത്തിയിട്ടാണ് പറയുന്നത്, എനിക്ക് വായനാശീലമില്ല കേട്ടോ എന്ന് പറയുന്നത്. നമ്മൾ തിരിച്ചറിവിന്റെ ഒരു അപാകതയാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മൾ വായിക്കുവാൻ സമയം കണ്ടെത്തണം എന്നുള്ളതാണ്. ലാളിത്യമാണ് ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കി. റസൂലുള്ളാഹിയുടെ ജീവിതവും ലാളിത്യമായിരുന്നു എന്നാണ്. ലളിതം, സുന്ദരം, സമഗ്രം എന്നൊരു പ്രയോഗം മലയാളത്തിൽ പറയാറുണ്ട്. ലളിതം, സുന്ദരം, സമഗ്രം, അത് കൃത്യമായി എങ്ങനെയാണ് ആ ഡെഫിനിഷൻ വന്നത് എന്നാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പോലും ടെൻഷൻ അടിച്ചിട്ടില്ല, നാളിപ്പോ എന്താ ഭക്ഷണം കഴിക്കാം. നമ്മുടെ വീട്ടിൽ രാത്രിയാകുമ്പോൾ നമ്മുടെ സ്ത്രീകളുടെ ചർച്ചയാണ്, വൈകുന്നേരമാകുമ്പോൾ ചർച്ചയാണ്, നാളെ രാവിലെ എന്താണ് ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. രാവിലെ ആകുമ്പോൾ പുരുഷന്മാരുടെ ചർച്ചയാണ്, ഇന്ന് എന്തൊക്കെയാണ് വാങ്ങുക എന്നുള്ളതാണ്. നാളെ വീട്ടിലൊരു പാർട്ടി ഉണ്ട്, അപ്പൊ എന്തൊക്കെ വിഭവങ്ങളാണ് ഒരുക്കുക എന്നാണ്. ഇങ്ങനെ ചർച്ചകളും അതിന്മേൽ ചിന്തകളും അതിന്മേൽ മാറാപ്പുകളും അതിന്മേൽ ബാധ്യതകളുമാണ് പലപ്പോഴും നമ്മൾ ഉണ്ടാവുക. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ലാളിത്യം എന്നുള്ളത് സന്തുഷ്ടമാണ്, സന്തുഷ്ടം എന്നുള്ളത് സമഗ്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ലളിതമായ ജീവിതം അത് എങ്ങനെയാണ് സാധിക്കുക എന്നാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ലളിതമായിരുന്നു, ആർഭാടമായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സ്നേഹിക്കുവാൻ ആതിഥ്യ മര്യാദയിൽ റസൂലുള്ളാഹിയേക്കാൾ മുന്നിട്ട് നിന്ന ഒരാളുണ്ടായിട്ടില്ല എന്നാണ്. അയൽപക്കക്കാരുടെ മര്യാദയെ കുറിച്ച് പറഞ്ഞപ്പോ സഹാബികൾക്ക് ബേജാറാവുകയാണ്. അവർക്കെല്ലാം കൊടുത്തു പോകുമെന്നാണ്. അയൽപക്കക്കാരോടുള്ള ബാധ്യതയെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ഒരു തവണ അല്ലാഹു റസൂല് പറഞ്ഞത്, നീ നല്ലവനാണ് എന്ന് അള്ളാഹു തീരുമാനിക്കാൻ നിന്റെ അയൽപക്കക്കാരോട് ചോദിച്ചാൽ മതി, നീ നല്ലവനാണെന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നറിയാൻ എന്നാണ്. അയൽപക്കക്കാർ നീ നല്ലവനാണെന്ന് പറഞ്ഞാൽ അള്ളാഹു നിന്നെ നല്ലവനായി രേഖപ്പെടുത്തും എന്നാണ്. ഇവിടെ എന്റെ വിഷയത്തിൽ പെടാത്തതാണെങ്കിലും സാന്ദർഭികമായി ഓർപ്പിക്കുകയാണ്. 2 വിഷയം. ഒന്ന്, മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്ന സന്ദർഭങ്ങൾ നമ്മൾ പറഞ്ഞപ്പോ മറ്റുള്ളവർക്ക് വേണ്ടി, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞിരുന്നു. നമ്മൾ ഒരുപാട് ആളുകൾ നമുക്കറിയാം, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ നമുക്കറിയാം, രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ നമുക്കറിയാം. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പൊ മലക്കുകൾ നമുക്ക് വേണ്ടി അതിന്റെ ഇരട്ടി ലഭിക്കുവാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്. സാന്ദർഭികമായി കൂട്ട് ചെയ്തു എന്ന് മാത്രമാണ്. രണ്ടാമതായി, മറ്റുള്ളവരെ കുറിച്ച് നല്ലത് പറയണമെന്നാണ്. 2 വിഷയം. ഒന്ന്, നല്ല ചിന്ത അത് ഇബാദത്താണ് എന്നാണ്. മറ്റുള്ളവരെ കുറിച്ച് നല്ലത് പറയുമ്പോൾ മലക്കുകൾ നമ്മെ ആ രൂപത്തിലേക്ക് മോട്ടിവേറ്റ് ചെയ്യപ്പെടും എന്നുമാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പൊ ഈ രൂപത്തിൽ ലളിതമായ ജീവിതമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം എന്നാണ്. അപ്പോ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്നും വലിയവനാകണം എന്ന അഹങ്കാരം ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലേക്ക് കയറി വരുമ്പോ ആൾക്കാരെ എഴുന്നേറ്റ് നിൽക്കുമ്പോ ഇരിക്ക് എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാ? അങ്ങനെ എന്നെ കാണുമ്പോ എല്ലാവരും ബഹുമാനിക്കണം, എന്നെ കാണുമ്പോ എല്ലാവരും ആദരിക്കണം എന്ന വലിയാൾ ചമയൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. വിനയം
അദ്ദേഹത്തിന്റെ റസൂലുള്ളാഹിയുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് പലരും ചോദിച്ചത്, നബിയെ കാണാൻ വന്നപ്പോ ചോദിച്ചത്, മൻ മിൻകും യാ മുഹമ്മദ്, ആരാ നിങ്ങളിൽ മുഹമ്മദ്, ആരാ നിങ്ങളിൽ മുഹമ്മദ് എന്ന് ചോദിക്കുന്നു. കാരണം ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കൂട്ടത്തിലുണ്ടായിട്ടും അതിൽ ആരാണ് റസൂലുള്ളാഹി എന്ന് തിരിച്ചറിയുവാനുള്ള പ്രത്യേകമായ ഭാഷ, വേഷഭൂഷാദികൾ റസൂലുള്ളാഹി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. സഹാബികൾ പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു പീഠം പോലെ ഒരു സാധനമാക്കി തരാം, ഒരു ഉയർന്ന സ്ഥലം, നല്ല അലങ്കാരമുള്ള സ്ഥലം, അലങ്കരിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു പ്രത്യേകമായ സ്ഥലം നമ്മൾ എന്ത് ചെയ്യാം, സംവിധാനിക്കാം. രണ്ട് ഗുണം, ഒന്ന് ഞങ്ങൾക്കൊരു സൗകര്യമാണ്, എപ്പോഴും നബിയെ കാണുമല്ലോ. മറ്റൊന്ന് വരുന്നവർക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് തിരിച്ചറിയല്ലോ, ഇത് മൻമിൻകും മുഹമ്മദ്, മൻമിൻകും മുഹമ്മദ് എന്നിങ്ങനെ അവർ ചോദിക്കണ്ടല്ലോ. അതുകൊണ്ട് രണ്ട് സൗകര്യമാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ നിങ്ങളിൽ ഒരുവനാകാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അത് വല്ലാത്തൊരു പ്രയോഗമാണ്. പ്രത്യേകമായ റൂം, പ്രത്യേകമായ സൗകര്യം, പ്രത്യേകമായ ആർഭാടം, പ്രത്യേകമായ ഒരു ആ രൂപത്തിലുള്ള പൗരോഹിത്യത്തെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകരിച്ചിരുന്നില്ല എന്ന് ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ പള്ളി നിർമ്മാണം വന്നപ്പോൾ ആ പള്ളി നിർമ്മാണത്തിന് മുന്നിലുണ്ടായിരുന്നത് റസൂലുള്ളാഹിയായിരുന്നു. ഒരു ശബ്ദം കേൾക്കുകയാണ്, സഹാബികളും റസൂലുള്ളാഹിയും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുകയാണ്. കുറച്ച് നോക്കുമ്പോൾ റസൂലുള്ളാഹി ഓടി വരുന്നു. എവിടെയാ? അപ്പൊ ആ ശബ്ദം കേട്ട പേടിയുള്ള സ്ഥലത്തേക്ക് ആദ്യം ആര് പോയിരുന്നു? റസൂലുള്ളാഹി പോയിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തിരിച്ചു, സഹാബികൾക്ക് ഇങ്ങനെ ഇറങ്ങി ഓടാൻ ആ ശബ്ദം കേട്ടിടത്തേക്ക്. റസൂൽ പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, നിങ്ങളൊക്കെ തിരിച്ചു പോയിക്കോ, അവിടെ ഒന്നുമില്ല, അതൊന്നും വീണതല്ല, പോയിക്കാ എന്ന് പറയുന്ന രംഗം റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച രണ്ടാം ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, റസൂൽ ധീരനാണ്, ഭീരുവല്ല. യുദ്ധക്കളത്തിൽ മുന്നിലുണ്ടായത് റസൂലുള്ളാഹിയായിരുന്നു. ഖന്തക്കിലെ ചരിത്രമൊക്കെ നമ്മൾ വിശദീകരിച്ചതാണ്. ഇങ്ങനെ ഏത് അവസ്ഥയിലും അനുയായികൾക്ക് വേണ്ടി മുന്നിൽ നിന്നും പ്രവർത്തിച്ച ഒരാളാണ് റസൂലുള്ളാഹി. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബഹളങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാകുമ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് പോയി നോക്കിയിട്ട് എന്ന് പറയുന്ന ഒരു ലീഡർഷിപ്പ് ആയിരുന്നില്ല റസൂലുള്ളാഹി പഠിപ്പിച്ചത്. മറിച്ച് അവരുടെ മുന്നിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾ പഠിക്കുവാനും പ്രശ്നങ്ങൾ കാണുവാനുമുള്ള ഒരു ലീഡറായിരുന്നു. ഏതുപോലെ ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും മക്കളും താമസിക്കുമ്പോൾ ആ വീട്ടിൽ രാത്രി ശബ്ദമുണ്ടായാൽ ആരറിങ്ങുക? മക്കള് പേടിച്ചിട്ടുണ്ടാവും, ഭാര്യ പേടിച്ചിട്ടുണ്ടാവും. ആരറിങ്ങുക? കുടുംബനാഥൻ പുറത്തേക്ക് ഇറങ്ങും. കുടുംബനാഥൻ കാര്യങ്ങൾ വാച്ച് ചെയ്യും. ആ കുടുംബനാഥൻ ഞാൻ കുടുംബനാഥനാണ് എന്ന് പറഞ്ഞ് ഉള്ളിലൊതുങ്ങുകയല്ല ചെയ്യുക. ആ ഒരു ധീരത നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്നു. എന്തുകൊണ്ടാണ്? ഞാൻ നിങ്ങളെ അധ്യാപകനാണ്, ഞാൻ നിങ്ങളുടെ പിതാവാണ്, ഞാൻ നിങ്ങളുടെ നേതാവാണ്. ആ ഒരു പ്രയോഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും നടത്തിയത്. ഞാൻ നിങ്ങളുടെ സയ്യിദാണ്, ഞാൻ നിങ്ങളുടെ പിതാവാണ് എന്നൊക്കെ പ്രയോഗം റസൂലുള്ളാഹി പലപ്പോഴും നടത്തിയിരുന്നു. ആ പിതാവിന്റെ, ആ കുടുംബനാഥന്റെ, ആ നേതാവിന്റെ കൃത്യമായ യോഗ്യത, കൃത്യമായ അടയാളം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചിരുന്നു. മാത്രമല്ല ആ ധീരതയും പ്രകടിപ്പിച്ചിരുന്നു. എങ്ങനെയാണ് ഈ ധീരത കിട്ടിയത് എന്നാണ് നമുക്കറിയാം. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻസിർ വറബ്ബക ഫകബ്ബിർ വഹിയാബക ഫത്ഹിർ എന്ന ആയത്തും യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല ഔ സിദ് അലൈഹി വറത്തിൽ ഖുർആന തർതീല എന്നിങ്ങനെ ഓതുന്ന രണ്ട് ആയത്തുകൾ, രണ്ട് സൂറത്തുകളിലെ ആദ്യത്തെ 10 ആയത്തുകൾ നമ്മളൊന്ന് പഠിക്കേണ്ടതാണ്. അതിൽ സൂറത്തുൽ മുസമ്മിലിൽ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വതുഅൻ വഅഖവമു ഖീല. രാത്രി നിസ്കാരം കൊണ്ട് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി, ഒരു ഗുണം എന്താണ്? ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വതുഅൻ വഅഖവമു ഖീല. കൃത്യമായി ആരുടെ മുന്നിൽ നോക്കി, മുഖത്ത് നോക്കി കാര്യങ്ങൾ സ്പഷ്ടമായി സംസാരിക്കുവാനുള്ള തന്റെ ഇടം കിട്ടും. നട്ടല് നമ്മൾ പറയാറുണ്ട് അല്ലെ, തന്റെ ഇടം കിട്ടും. മനസ്സിന് കൃത്യമായ ഒരു ഉറപ്പ് കിട്ടും. ചാഞ്ചാട്ടുണ്ടാവില്ല. കോഴി അയലമം കയറി അങ്ങനെ ചെയ്തോട്ടെ ഇങ്ങനെ ചെയ്തോട്ടെ എന്നെ ബാധിക്കൂലല്ലോ എന്ന രൂപത്തിലുള്ള കോഴി അയലമം കയറിയ ഒരു സ്വഭാവം ഉണ്ടാവില്ല. അപ്പൊ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം ലാളിത്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പള്ളി നിർമ്മാണത്തിൽ റസൂലുള്ളാഹി ഉണ്ടായിരുന്നു, കിടങ്ങ് കുഴിക്കുമ്പോഴുണ്ടായിരുന്നു, അവിടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതേപോലെ യാത്രയിൽ വിറക് ശേഖരിക്കാനുണ്ടായിരുന്നു. യാത്രയിൽ പോയപ്പോൾ സഹാബികൾ ഭക്ഷണ സമയമായി ഒരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുന്നു. സഹാബികൾക്ക് വിറക് വേണം, മാവ് കയ്യിലുണ്ട്, അത് കുഴക്കണം, ഭക്ഷണമാകണം. അപ്പൊ വിറക് ശേഖരിക്കാൻ പോവാൻ റസൂലുള്ളാഹി ശേഖരിക്കാൻ പോകുമ്പോ സഹാബികളെ പറഞ്ഞേ നിങ്ങൾ പോകണ്ട, നമ്മള്
പോയിക്കോളാം. ഇപ്പൊ റസൂലുള്ള ചോദിക്കുന്നുണ്ട്, എന്റെ പാപഭാരങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് വല്ലാത്തൊരു ചോദ്യമാണ്. നമ്മുടെ നേരിക്കാൻ രക്ഷപ്പെട്ടെന്ന് അവര് പോയി ചെയ്യട്ടെ എന്ന് നമ്മൾ കണക്കൂട്ടുക. പക്ഷെ റസൂലുള്ള പറഞ്ഞത് പറ്റൂല, ഞാൻ എടുക്കേണ്ടത് ഞാൻ എടുക്കുമെന്നാണ്, ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിറക് ശേഖരിക്കുവാൻ വേണ്ടി ആദ്യമേ നടന്നു എന്ന ഹദീസുകളും ചരിത്രങ്ങളും പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ലോകത്ത് അഭിമാനിക്കാൻ, നമുക്ക് അഭിമാനിക്കാൻ പറ്റിയ വേറൊരു നേതാവുമില്ല, യാഥാർത്ഥ്യമാണ്. കുട്ടികളും ചെറിയ കുട്ടികളും പ്രായമുള്ളവരും മധ്യവയസ്കരും സ്ത്രീകളും എല്ലാവരും ഒരുപോലെ ഓർക്കുന്നു. ഉറക്കിലും ഉണർച്ചയിലും ഉറങ്ങാൻ കിടക്കുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനും ഓതുന്നുണ്ടെങ്കിൽ, ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ, വുളൂ ചെയ്തിട്ടാണ് നാം കിടപ്പറയിലേക്ക് പോകുന്നതെങ്കിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് മനുഷ്യന്മാർ എല്ലാ രാത്രിയും റസൂലുള്ളാഹിയെ ഓർക്കുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോഴും റസൂലുള്ളാഹിയെ ഓർക്കുന്നു. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുമ്പോൾ ആ റസൂലുള്ളാഹി പഠിപ്പിച്ചത് കൊണ്ടാണ് ഈ ദുആ നടത്താൻ നമ്മൾ തയ്യാറായത്. എഴുന്നേറ്റ മനുഷ്യൻ മൂക്ക് 3 തവണ ചീറ്റുന്നു, കൈകൾ 3 തവണ കഴുകുന്നു. കൈകൾ കഴുകാതെ നിങ്ങൾ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ പാത്രത്തിൽ കൈമുക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഹദീസ് പ്രകാരം ഒരു ഉമ്മ ഒരു കുടുംബിനി അടുക്കളയിൽ പോയി ചായ ഉണ്ടാക്കുമ്പോ, ഭക്ഷണം ഉണ്ടാക്കുമ്പോ തന്റെ പാത്രം തൊടുന്നതിന് മുന്നേ കൈ കഴുകാൻ താല്പര്യം കാണിച്ചത് റസൂലുള്ളാഹിയുടെ നിർദ്ദേശമുള്ളത് കൊണ്ടാണ്. അങ്ങനെ എഴുന്നേറ്റത് മുതൽ ബാത്റൂമിൽ കയറുമ്പോൾ പ്രാർത്ഥിക്കുന്നു, ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കുന്നു, വുളൂ ഉണ്ടാക്കും, ബിസ്മി ചൊല്ലുന്നു. ഇതെല്ലാം ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കൊണ്ടാണ്. ഇങ്ങനെ ഒരു കുട്ടി മുതൽ പ്രായമെത്തിയ വയോവാർദ്ധക്യമെത്തിയ മനുഷ്യൻ വരെ കോടിക്കണക്കിന് മനുഷ്യന്മാർ ലോകത്തിന്റെ എമ്പാട് വെച്ചും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർത്തുകൊണ്ടിരിക്കുന്നു. ആ റസൂലുള്ളാഹിയെ ഇത്തിബാ ചെയ്തുകൊണ്ടിരിക്കുന്നു, പിൻപറ്റിക്കൊണ്ടിരിക്കുന്നു. അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ദൂതൻ മുഹമ്മദ് നബിയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ഓരോ മിനിറ്റിലും ഇപ്പോഴും നമ്മൾ പ്രഖ്യാപിക്കുന്നു. ജുമുഅക്ക് നേരത്തെ വന്നിരുന്നവർ ജോലി തിരക്കുകളില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. അതുകൊണ്ടാണ് സഫുകളായിരുന്നത്. സാധാരണ പരിപാടിയായിരുന്നെങ്കിൽ നമ്മൾ അലങ്കോലമായിട്ടായിരിക്കുക. ജുമുഅക്ക് ഇങ്ങനെ ഇരിക്കുവാനുള്ള കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമാണ്. ഇങ്ങനെ ആ റസൂലുള്ളാഹിയെ പിൻപറ്റുവാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ രൂപത്തിൽ ഫോളോ ചെയ്ത വ്യക്തിയാവാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, റസൂലുള്ളാഹിയെ എല്ലാവരും ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, അല്ലാഹു പഠിപ്പിച്ചു വഇന്നക ലഅലാ ഖുലുഖിൻ അലീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല സ്വഭാവമാണ്. രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ട് എന്നെ ഇന്നയാൾക്ക് ഇഷ്ടമല്ലാന്ന് ചോദിച്ചാൽ ഉത്തരം വ്യക്തമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, റസൂലുള്ളാഹിയോട് അല്ലാഹു പഠിപ്പിച്ചത്, നീ നിന്റെ സ്വഭാവം പരുക്കൻ ആയിരുന്നുവെങ്കിൽ ലൻ ഫളൂ മിൻ ഹൗലിക, നിന്റെ അടുത്ത് എല്ലാവരും തിരിഞ്ഞു പോവായിരുന്നു. ആരും ഇസ്ലാം സ്വീകരിക്കാനൊന്നും വരൂലായിരുന്നു, എല്ലാവരും തിരിഞ്ഞു പോകുമായിരുന്നു. പക്ഷേ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തുള്ളതുകൊണ്ട് ലിൻതലഹും, നിന്റെ സ്വഭാവം എന്തായി? നോർമലായി, നൈർമല്യമുള്ളതായി, ലോലമായി, നല്ല മനസ്സായി നിന്റത്. അപ്പോ നമ്മുടെ മനസ്സ് മാറാൻ എന്ത് വേണം? അവിടെയാണ് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആ പ്രാർത്ഥന ഉദാത്തമായ ദുആയാണ്. നമ്മൾ എത്രയാൾ പ്രാർത്ഥിക്കാറുണ്ടാവും? അതിന് സമാനമായ സൂറത്തുകൾ പിന്നീട് വിശദീകരിക്കേണ്ടതാണ് ഇൻഷാ അല്ലാഹ്. അലം നശ്റഹ് ലക സദ്റക എന്ന ഭാഗം. അപ്പോൾ നമ്മുടെ മനസ്സിന് വിശാലത ഉണ്ടാകുമ്പോ, മനസ്സിൽ വിശാലത കൂടുമ്പോ മനസ്സിന് നൈർമല്യം ഉണ്ടാകും, ലോല മനസ്സാവും. പാവപ്പെട്ടവരെ ഉൾക്കൊള്ളാൻ, പ്രയാസപ്പെടുന്നവരെ ഉൾക്കൊള്ളാൻ, കഷ്ടപ്പെടുന്നവരെ ഉൾക്കൊള്ളാൻ, പ്രയാസപ്പെടുന്നവരെ പ്രയാസത്തെ തിരിച്ചറിയാൻ ഉള്ള മനസ്സ് കിട്ടണമെങ്കിൽ എന്ത് വേണം? നൈർമല്യം ഉണ്ടാവണം. റസൂലേ അള്ളാഹു നിങ്ങൾ അനുഗ്രഹിച്ചതാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിയെ കുറിച്ച് ഒന്നുകൂടി അള്ളാഹു കുടിച്ചു, അള്ളാഹു പഠിപ്പിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ നിയോഗിതനായത് നിങ്ങളിൽ നല്ല സ്വഭാവം പഠിപ്പിക്കാനാണ്.
ഞാൻ നിയോഗിതനായി നിങ്ങൾ നല്ല സ്വഭാവം പഠിപ്പിക്കാനാണ്. നമുക്ക് ഓതി വെച്ച ആയത്തിലേക്ക് തിരിച്ചു പോകാം. റസൂൽ അല്ലാഹു പഠിപ്പിക്കാൻ ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും. അതിനുശേഷം നോക്കാം, ഹരീസുൻ, അത്യാഗ്രഹം കാണിക്കുന്നവനാണ്. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന. ഹരീസുൻ, ഹരീസ് നമ്മൾ ആർത്തി കാണിക്കാൻ പറയില്ലേ, ആക്രാന്തം കാണിക്കാം. ഹരീസുൻ അലൈക്കും, നിങ്ങളോട് ആക്രാന്തം കാണിക്കുന്നവനാണ്. ആരാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ? ആരാണ് നിങ്ങൾ? ഞാനാണോ? ബിൽ മുഅ്മിനീൻ, മുഅ്മിനുകളായ നിങ്ങൾ, മുഅ്മിനുകളായ നിങ്ങളോട് ആക്രാന്തമുള്ളവനാണ്. അതുകൊണ്ടാണ് റസൂൽ കൃപ കാണിക്കുകയാണ്. ആരോടാ കൃപ? മുഅ്മിനുകളോട്. എല്ലാവരും കൃപ കാണിച്ചിരുന്നു. പക്ഷെ ഇവിടെ പ്രത്യേകിച്ച് എന്താ മുഅ്മിനുകൾ എടുത്ത് പറഞ്ഞത്? ഒരു ഈമാനുള്ളവനും നരകത്തിൽ പോകാൻ പാടില്ല. ഈയാമ്പാറ്റയെ ഒരു വിളക്കിന്റെ അടുക്കൽ നിന്നും ഒരാൾ ഈയാമ്പാറ്റ ആ വിളക്കിലേക്ക്, മണ്ണെണ്ണ വിളക്കിലേക്ക് വരുമ്പോ ആ ഈയാമ്പാറ്റ ചാവാതിരിക്കാൻ അങ്ങനെ തെളിച്ച് ദൂരെയാക്കി കളിയുമല്ലോ. അതുപോലെ നരകത്തിന്റെ വക്കിൽ ഞാൻ ഇരിക്കുകയാണ്, ഞാൻ നിങ്ങളെ തെളിച്ച് മാറ്റുകയാണ്. ദൂരം പോ, പോ, ആരും വരല്ല എന്ന് പറഞ്ഞ് ആട്ടുകയാണ്. ആ ഒരു ഉപമ നോക്കിയട്ടെ. വിളക്കിലേക്ക് ഈയാമ്പാറ്റകൾ വരുമ്പോൾ ആ ഈയാമ്പാറ്റകളെ വിളക്കിലേക്ക് എത്താതെ കരിഞ്ഞു പോകാതെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരുവനെ പോലെയാണ് ഞാൻ. ആ പ്രയോഗത്തിന്റെ രസം അല്ലേ? അതുപോലെ ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, അത്യാർത്തി കാണിക്കുന്നു. എന്നാൽ എന്തിനാണ് അത്യാർത്തി? മക്കളെ രക്ഷപ്പെടുത്താനല്ല, സമുദായത്തെ രക്ഷപ്പെടുത്താൻ, സമൂഹത്തെ രക്ഷപ്പെടുത്താൻ, ഉമ്മത്തെ രക്ഷപ്പെടുത്താൻ. ആ റസൂൽ എങ്ങനെയാണ് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത്? സൊസൈറ്റിയിൽ ഉൾപ്പെടുകയായിരുന്നു. ഒരു കുടുംബനാഥൻ എന്ന് പറഞ്ഞാൽ പുറത്ത് കസേരയിട്ടുകൊണ്ട് മക്കൾ വരുമ്പോ ചിരിക്കാതെ നോക്കാതെ രൂക്ഷമായ നോട്ടം നോക്കി പേടിച്ചുകൊണ്ട് മക്കളെ ഉള്ളിലേക്ക് പോകുമ്പോ ഞാൻ നല്ല ഉപ്പയാണ്, എന്നെ ബഹുമാനുണ്ട് എന്നല്ല വിചാരിക്കേണ്ടത്. അവൻ ഉപ്പാന്റെ സ്ഥാനത്തെത്തിയിട്ടില്ല. മക്കൾ പലപ്പോഴും ഹിറ്റ്ലറെ പോലെ ക്രൂരന്മാരായി മാറുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ് എന്ന് ആധുനിക സൈക്കോളജിസ്റ്റുകൾ പറയുന്നു. എന്തോ ആവട്ടെ, ഉമർലാൻ ഒരിക്കൽ ഇരിക്കുമ്പോ ഒരാൾ ഒന്ന് പരാതി പറഞ്ഞു. എന്റെ മോന് ഒരു ഉപ്പ പറയാണ്, എന്റെ മോൻ എപ്പോഴും എന്നെ ചീത്ത വിളിക്കും, എന്നെപ്പോഴും വഴക്ക് പറയും, എന്നെ തല്ലും, എന്നെ ശകാരിക്കും. അപ്പോ റസൂൽ പറയാണ്, ഉമർലാൻ പറയാൻ, റസൂലിന്റെ കാലശേഷമാണ്. ഉമർലാൻ ചോദിക്കാൻ, നിങ്ങളുടെ മോന്റെ പേരെന്താണ്? കരിവണ്ടി എന്ന അർത്ഥമുള്ള അറബി പേര് പറഞ്ഞു. നിങ്ങളെ മോനെ നിങ്ങളത് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇത് അള്ളാന്റെ കിതാബ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ മോനെ വിളിപ്പിച്ചു. മോനോട് ചോദിച്ചു, അല്ല നീ ഇങ്ങനെയൊക്കെ എൻ്റെ ഉപ്പ ഇങ്ങനെയൊക്കെ പറഞ്ഞു, ശരിയാണോ എന്ന് ചോദിച്ചു. ശരിയാന്ന് പറഞ്ഞു. എന്തെന്ന് ചോദിച്ചു. പറഞ്ഞു, എൻ്റെ ഉപ്പ എപ്പോഴും അങ്ങനെ പെരുമാറില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഉപ്പയോട് ഉമർലാനെ പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ മോനെ അല്ല അടിക്കേണ്ടത്, അടിക്കേണ്ടത് നിങ്ങളെയാണ്. എന്താ കാരണം എന്നറിയോ? ഒന്ന്, നല്ല പേരിട്ടിട്ടില്ല. രണ്ട്, അള്ളാന്റെ കിതാബ് നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. മൂന്ന്, നിങ്ങൾ നല്ല നിനക്ക് മോനോട് പെരുമാറിയിട്ടില്ല. പിന്നെ എങ്ങനെ മോൻ നല്ല നിങ്ങൾ പെരുമാറുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുക്കൽ 10 കൊല്ലം വീട്ടിൽ വൃത്യനായി താമസിച്ചു അല്ലേ? 10 കൊല്ലം കഴിഞ്ഞപ്പോൾ ഉമ്മ കൂട്ടാൻ വരികയാണ്, മോനെ വാന്ന് പറഞ്ഞിട്ട്. ഞാൻ വരൂല. എന്താ? ഒരിക്കൽ പോലും റസൂലുള്ളാഹിനെ അടിച്ചിട്ടില്ല. എന്നോട് ഒരിക്കൽ പോലും ഛേ എന്ന് പറഞ്ഞിട്ടില്ല. ഛേ എന്ന പ്രയോഗം എന്താ? ഛേ, വെള്ള വസ്ത്രം ഇട്ട് അല്ലെങ്കിൽ നല്ല വസ്ത്രം ഇങ്ങനെ ഓടിക്കൊടുക്കുമ്പോൾ ഈ മഴക്കാലാണല്ലോ, ഒരു വണ്ടി ചളി തെറിപ്പിച്ചാൽ എന്നൊരു പ്രയോഗം അല്ലേ? ചളി തെറിപ്പിച്ചു പോയാൽ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ആ പ്രയോഗം അത് വല്ലാത്തൊരു പ്രയോഗമാണ്. അങ്ങനെ നടത്തിയിട്ടില്ല. അപ്പൊ ഛേ എന്നത് അക്ഷരമല്ല, അത് വലിയ പേപ്പറുകൾ നിറക്കാൻ പറ്റാത്ത വലിയൊരു ആശയമാണ് ഛേ എന്നുള്ളത്. പേജുകൾ അറിയൂലത്, തീരൂല. ഒരുപാട് പേജുകൾ വേണം വിശദീകരിക്കാൻ. ഛേ എന്ന് പോലും പറഞ്ഞിട്ടില്ല. അനുസൃതം പറയാൻ ആ പ്രയോഗം ആലോചിക്കട്ടെ. അതിന്റെ ഉപ്പ എങ്ങനെയാണെന്ന് മക്കളോട് ചോദിച്ചാൽ അല്ലേ? പിന്നെ പറയാൻ അന്ന് ഉഫെന്ന് മാത്രല്ല,
ഞാനൊരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നീ എന്താ ചെയ്യാതിരുന്നേ എന്ന് പറയൂല. റസൂൽ ചെയ്യും. നമുക്ക് അറിയുന്നൊരു ചരിത്രം ഉണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഭാര്യ ഒരു പലഹാരം കൊടുത്തു. ആ പലഹാരം കൊടുത്ത റസൂൽ എന്ത് ചെയ്തു? അങ്ങനെ കൊണ്ടുകൊടുക്കണ്ട, ഇത് എൻ്റെ ഇന്ന ഭാര്യ കൊണ്ടുകൊടുത്തിയല്ലേ. അങ്ങനെ ആ ആയിഷ ബീവി എന്ത് ചെയ്തു? തട്ടി പാത്രം നിലത്ത് വീണു, പലഹാരങ്ങൾ നിലത്ത് വീണു, പാത്രം ചിന്നിച്ചിതറിയുന്ന ഹദീസിൽ. റസൂലുള്ള നേരെ ഇരുന്നു, ഒരു കാല് ചുരുട്ടി മറ്റേ കാല്, അങ്ങനെ കാല് ചുരുട്ടി കുത്തിയിരിക്കുമല്ലോ, കുത്തിയിരുന്നിട്ട് തൻ്റെ ഇടത്തെ കൈവെള്ളയിലേക്ക് ആ പാത്രത്തിലെ കഷ്ണങ്ങൾ ഇങ്ങനെ പുറക്കി വെച്ചു. റസൂൽ അത് വേറെ സ്ഥലത്ത് നിക്ഷേപിച്ചു, വേസ്റ്റ് കൊണ്ടിട്ടു, ഒന്നും പറഞ്ഞില്ല. ആയിഷാബിയുടെ മുഖം വിവരണമായി. ആയിഷാബി പറയുന്ന ഒരു രംഗമുണ്ട്, ഇന്നി അസ്തഗ്ഫിർതു ലക യാ റസൂലല്ലാഹ്, നബിയെ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാം, പറ്റിപ്പോയി. ആ ഹദീസിന്റെ വിശദീകരണം എന്തൊരു രസമാണല്ലോ. നബി ആയിഷ ബീവിയോട് ഒന്നും തിരിച്ചു പറഞ്ഞിട്ടില്ല, ശകാരിച്ചിട്ടില്ല. വിഷമുണ്ടാവുമല്ലോ, സ്വാഭാവികം. എൻ്റെ മറ്റൊരു ഭാര്യ തന്നൊരു സാധനം ഈ ഭാര്യയ്ക്ക് കൊടുത്തപ്പോൾ ഈ ഭാര്യ അത് വളരെ ഒരു മ്ലേച്ഛമായ രൂപത്തിൽ അല്ലെങ്കിൽ മോശമായ രൂപത്തിൽ പ്രതികരിച്ചു, പാത്രം തട്ടി നിലത്ത്, ബോധപൂർവമായിരിക്കില്ല, എന്തായാലും നിലത്ത് വീണ് അതിനുണ്ടാകുന്ന ഒരു പ്രതികരണം. നമ്മളാണെങ്കിലും നമ്മളൊരാൾ ഗിഫ്റ്റ് എന്നൊരു സാധനം വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഒരാൾ എന്ത് പറഞ്ഞ് തട്ടിയാൽ ഒരു അവസ്ഥ അറിയിച്ചു നോക്കിയിട്ട് അല്ലേ? അവിടെ റസൂൽ നടത്തിയ പ്രതികരണമാണ്, വല്ലാത്തൊരു പ്രതികരണമാണ് അല്ലേ? കുടുംബത്തിൽ നടത്തിയ പ്രതികരണമാണ്. എന്നിട്ട് ആയിഷാബി പറയാണ്, ഞങ്ങളിൽ ഒരാളെപ്പോലും റസൂലുള്ള ഒരിക്കൽ പോലും അടിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയാൻ. പിന്നെ ഒരുപാട് വർത്താനം പറയാം, വർത്താനം അല്ലേ, സംസാരം ചുരുക്കണം എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യകുൻ യസ്റുദുൽ ഹദീസ്, വല്ലാണ്ട് വർത്താനം പറഞ്ഞിരുന്നില്ല എന്നാണ്. അധികം വർത്താനം പറയൂല, സംസാരം, മിതഭാഷണം അല്ലേ, അത് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ആ രൂപത്തിൽ സ്വഭാവത്തെ ക്രമീകരിക്കാൻ ശ്രദ്ധിക്കുക. إن الحمد لله وصلى الله على خاتم الأنبياء والمرسلين وعلى آله وأصحابه أجمعين وعلى من اتبع الهدى إلى يوم الدين. أما بعد يا أيها الإخوان والأخوات اتقوا الله عباد الله أوصيكم ثانيا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ബോധത്തോടുകൂടി അമലുകളെ ചിട്ടപ്പെടുത്തി മുന്നോട്ടേക്ക് പോകണം എന്ന് ഒന്നുകൂടി ഓരോരുത്തരും ഓർപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഈമാനും പരിപൂർണമാക്കി തരുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ വിഷയം പറഞ്ഞാൽ തീരുന്ന നമുക്കറിയാം. നമ്മുടെ വിവരം പരിമിതമാണെങ്കിലും ആ പരിമിതമായ അറിവിൽ തന്നെ നമുക്ക് വിശദീകരിച്ചാലും പരസ്പരം ഷെയർ ചെയ്യാനും തീരാത്ത സംഗതിയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വാക്കുകളായിട്ട് ഒതുക്കുക. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ ഇമാമത്ത് നിൽക്കുമ്പോൾ നിസ്കാരം ചുരുക്കുന്നതാണ്. അല്ലെ, കുട്ടികളുടെ ശബ്ദം കേട്ടാൽ ചുരുക്കുമായിരുന്നു. അതൊക്കെ വിശദീകരിക്കേണ്ട മേഖലകളാണ്. അപ്പോൾ എന്താണ് ചോദിച്ചാൽ പറയുന്നതാണ്, വേക്കുന്ന കുട്ടികൾ കരച്ചിൽ കിട്ടും, അപ്പോൾ ആ ഉമ്മാക്ക് വിഷമാവുമല്ലോ, അതുകൊണ്ടാണ് നിസ്കാരം ചുരുക്കിയത് എന്ന് പറഞ്ഞിരുന്ന ഘട്ടം. ഭക്ഷണത്തെ കുറ്റം പറഞ്ഞിരുന്നില്ല എന്നാണ്. ഭക്ഷണം മോശമാണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കഴിക്കൂല, അല്ലെങ്കിൽ അല്പം കഴിച്ചെടുത്തിരിക്കും. അത് എന്നും കുറ്റപ്പെടുന്ന ഒരു സംസ്കാരം നമ്മളുണ്ടെങ്കിൽ അത് ചെയ്യണം, ശ്രദ്ധിക്കണം. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, 12ഓളം വിഷയങ്ങളെന്ന് പറയേണ്ടതാണ്. നമ്മൾ 4 കാര്യം മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ. പാരൂപത്തിലുള്ള ഈമാനും തഖ്വയും നമ്മൾ കരസ്ഥമാക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ പരമാവധി സൂക്ഷ്മത കൈവരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആ രൂപത്തിലുള്ള ഈമാൻ നമുക്കുണ്ടാവേണ്ടതാണ്. ഒന്നുകൂടി പറയുന്നു, നമ്മുടെ സോഷ്യൽ മീഡിയ വായനയിൽ പ്രവാചക ചരിത്രം വായിക്കുവാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. മണിക്കൂറുകൾ നമ്മൾ വായിക്കുന്നുണ്ട്, മണിക്കൂറുകൾ വായിക്കുന്നില്ല എന്നുള്ളത് ശുദ്ധമായ നമ്മുടെ തെറ്റിദ്ധാരണ കൊണ്ട് പറയുകയാണ്. വായിക്കുന്നവരാണ് നമ്മൾ, പക്ഷെ ആ വായന നബിചരിത്രം കൂടി ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് ഓർപ്പിക്കണം. അല്ലാഹു ആ രൂപത്തിലുള്ള ഈമാനും തഖ്വയും നമുക്ക് എല്ലാവർക്കും ദാനം ചെയ്യുമാറാവട്ടെ. അർഹമർ റഹീമായ അല്ലാഹുവേ, മുസ്ലിമായി ജീവിക്കുവാനും മുസ്ലിമായി മരിക്കുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ. എല്ലാം കാണുന്ന അർഹമർ റഹീമായ അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച് മരിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസർ വെള്ളം കോരി കൊടുക്കുമ്പോൾ അത് വാങ്ങി കുടിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഹൗദുൽ കൗസർ വെള്ളം ഞങ്ങൾക്കും നീ നൽകണേ അല്ലാഹ്. നീ ഇഷ്ടപ്പെട്ടവരുടെ മാത്രമായി, നീ സ്നേഹിക്കുന്നവരുടെ മാത്രമായി നീ സംസാരിക്കുമ്പോൾ
അക്കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, നീ സ്നേഹിക്കുന്നവരുടെ മാത്രമായി നീ പുഞ്ചിരിക്കുമ്പോൾ അക്കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. എല്ലാം കാണുന്ന അർഹമർ റഹീമായ അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ അവരുടെ തെറ്റുകൾ നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. നമ്മുടെ മക്കൾ സ്വാലിഹായ മക്കളാക്കി നീ വളർത്തിത്തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മരണശേഷം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ വളർത്തിത്തരണേ അല്ലാഹുവേ. അല്ലാഹുവേ, എല്ലാവിധ കാല വിപത്തുകളിലും ഞങ്ങൾക്ക് നീ സംരക്ഷണം നൽകണേ അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, നമ്മോട് ദുഃഖപ്പെട്ടു വസീയത്ത് ചെയ്തവർ അല്ലാഹുവേ, അവർക്കൊക്കെ കൃത്യമായ ശമനവും ശാന്തിയും സമാധാനവും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. എല്ലാം കാണുന്ന അർഹമർ റഹീമായ അല്ലാഹുവേ, നല്ല കാലാവസ്ഥ, നല്ല അവസ്ഥ, നല്ല ജീവിതം നമുക്ക് നീ പ്രദാനം ചെയ്യണം അല്ലാഹ്. والمسلمين والمسلمات الأحياء والأموات اللهم أجل